നമസ്കാരം. കണ്ടോ, ജനങ്ങളുടെ വോട്ട് പെട്ടിയിലായി കഴിഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ ഗ്യാസിന് വിലയും കൂട്ടി. എന്താ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇവർക്ക് എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ജനങ്ങളുള്ളത്? ഞങ്ങളുടെ വോട്ട് വേണം, വില കൂട്ടുന്നത് വരെ, വില കുറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വോട്ടുകളെല്ലാം ഇവർ ഇതിനകത്താക്കി, പെട്ടിയിലാക്കി കഴിഞ്ഞു. വേണ്ടേ, അടുത്ത ദിവസം എല്ലാത്തിനും വില കൂട്ടി. ഗ്യാസിന് നല്ല കുത്തനെ കൂട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ സാറിന് എല്ലാത്തിനും കൂടിക്കോളുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. പെട്രോളിനും ഇതിനും വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വില കൂടുമല്ലോ. ഇവർക്ക് എന്നാ ചെയ്തത്? ഇവർക്ക് ഉപ്പോട്ട് കർപ്പൂരപ്പുര ഇവർക്ക് ഫ്രീ അല്ലേ? മക്കൾക്കും കൊച്ചുമക്കൾക്കും സ്കൂളിൽ പോകാനും എല്ലാത്തിനും ഫ്രീ പെട്രോളും വണ്ടിയൊക്കെ ഉണ്ടല്ലോ. ഇവർക്കൊരു പ്രശ്നമില്ല. വില കൂട്ടാൻ വേണ്ടി തന്നെ ഒരു സർക്കാർ, അത് കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും എല്ലാം കണക്കാണ്. എൻ്റെ ജനങ്ങളെ, നമ്മളിതൊക്കെ മനസ്സിലാക്കണം. ഇവർക്ക് നമ്മളൊക്കെ എന്തുമാത്രം കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളത്. ഇവർക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇവരുടെ ഒരു പൈസ പോലും കിട്ടുന്നതെല്ലാം ഇവരുടെ പോക്കറ്റില്ല. നമ്മളെപ്പോലുള്ളവരുടെയൊക്കെ പൈസയാക്കൊണ്ടാണ് ഇവർ സുഖിച്ച് കഴിയുന്നത്. അത് ഓർത്തോണം. എന്നാൽ ഇത്ര പെട്ടെന്ന് ഈ ഗ്യാസ് വില കൂട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കൂട്ടും, പക്ഷേ ഒരു ദിവസം കൊണ്ട്, ഒരു ദിവസം പോലും എടുത്തില്ല. അതിന് മുന്നേ ഇവിടെ ഗ്യാസിൻ്റെ വില കൂട്ടിക്കഴിഞ്ഞു. എന്തിനാണ് ഇങ്ങനത്തേക്ക് സർക്കാർ ഇവിടെ? കേന്ദ്ര സർക്കാരും കണക്കാ, സംസ്ഥാന സർക്കാരിലും കണക്ക്. എങ്ങനെയെങ്കിലും ജനങ്ങളെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുക ഓരോ സാധനങ്ങളുടെ വില. ആയിക്കോട്ടെ, നിങ്ങൾക്ക് പിന്നെ എല്ലാം ഉപ്പോട് കർപ്പൂരം വരെ എല്ലാം ഫ്രീ അല്ല കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നേതാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒന്നിനും ഈ ഡയറി കുത്തിപ്പിടിച്ച് നടക്കുന്ന, കക്ഷി വെച്ച് നടക്കുന്നവന്മാർക്ക് വരെ എല്ലാം ഫ്രീയാണ്. പിന്നെന്താ അവർക്ക് വേണ്ടത്? എല്ലാ പാർട്ടിയല്ലേ അവരുടെ ചിലകൾ കഴിയുന്നത്. ഓക്കെ, നടക്കട്ടെ. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇവരെയൊക്കെ എങ്ങനെയാണ് ഇവരുടെയൊക്കെ നമ്മളോടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ.